കഥക്കൂട്ട് ടേഴ്സിലേക്ക് സ്വാഗതം. ഏലിയാസ് എഴുതിയത് ലിയോ ടോൾസ്റ്റോയ്. യൂഫ എന്ന രാജ്യത്ത് ഏലിയാസ് എന്നൊരു ബഷ്കീർ ജീവിച്ചിരുന്നു. അയാളുടെ പിതാവ് തൻ്റെ മകന് ഒരു ഭാര്യയെ കണ്ടെത്തിയതിനു ശേഷം 1 കൊല്ലം കഴിഞ്ഞ് മരിച്ചുപോയി. പക്ഷേ അയാൾ വളരെയൊന്നും വസ്തുവകകൾ പൈതൃകമായി നൽകിയില്ല. ഏലിയാസിന് 7 കുതിരകളും 2 പശുക്കളും ഏതാണ്ട് 20 ആടുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ നല്ല കാര്യക്ഷമതയുള്ള ആളായിരുന്നു. അതുകൊണ്ട് അയാൾ വളരെ പെട്ടെന്ന് വലിയ സമ്പാദ്യമുണ്ടാക്കി. അയാളുടെ ഭാര്യയും രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്തു. എല്ലാവരേക്കാളും നേരത്തെ എഴുന്നേൽക്കുകയും എല്ലാവരേക്കാളും താമസിച്ച് ഉറങ്ങുകയും ചെയ്തു. അതുകൊണ്ട് അയാളുടെ സമ്പാദ്യം ഓരോ കൊല്ലവും വർദ്ധിച്ചു. ഇങ്ങനെ ജീവിച്ച് കുറേശ്ശെ വളരെയധികം സ്വത്ത് സമ്പാദിച്ചു. 35 കൊല്ലത്തിനൊടുവിൽ അയാൾക്ക് 200 കുതിരകളും 150 കന്നുകാലികളും 1200 ആടുകളും ഉണ്ടായി. വാടകയ്ക്കെടുത്ത തൊഴിലാളികൾ അയാളുടെ ആടുകളെ തെളിച്ചു, ഒപ്പം പശുക്കളെയും. എന്നിട്ട് കുമീസ് എന്ന മദ്യവും ബട്ടറും ചീസും ഉണ്ടാക്കി. ഏലിയാസിന് എന്തും ധാരാളമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡിസ്ട്രിക്റ്റിലെ എല്ലാവർക്കും അയാളുടെ അസൂയ തോന്നി. അവർ ഏലിയാസിനെ പറ്റി പറഞ്ഞു, ഏലിയാസ് ഭാഗ്യമുള്ള മനുഷ്യനാണ്. അയാൾക്ക് എല്ലാം ധാരാളമായി ഉണ്ട്. ഈ ലോകം അയാൾക്ക് സന്തോഷകരമായൊരു സ്ഥലമാണ്. സ്ഥാനമാനമുള്ള ആളുകൾ അയാളെപ്പറ്റി അറിഞ്ഞ് അയാളുമായി പരിചയപ്പെടാൻ ആഗ്രഹിച്ചു. സന്ദർശകർ വളരെ ദൂരെ നിന്നും അയാളെ കാണാൻ വന്നു. അയാൾ എല്ലാവരെയും സ്വാഗതം ചെയ്തു. എന്നിട്ട് അവർക്ക് ഭക്ഷണവും പാനീയവും നൽകി. ആര് വന്നാലും അവിടെ കുമീസ് മദ്യം ഉണ്ടായിരുന്നു. ചായ, സർബത്ത്, ആട്ടിറച്ചി മുതലായവ അവരുടെ മുൻപിൽ നിരത്തപ്പെടുമായിരുന്നു. സന്ദർശകർ എപ്പോൾ വന്നാലും ഒരു ആടിനെ കൊന്നിരുന്നു, അതല്ലെങ്കിൽ 2 എണ്ണത്തിനെ. കൂടുതൽ സന്ദർശകർ ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു കുതിരയെ വരെ അവർക്ക് വേണ്ടി കൊന്നിരുന്നു. ഏലിയാസിന് 3 മക്കളുണ്ടായിരുന്നു, 2 ആൺമക്കളും 1 പെൺകുട്ടിയും. അയാൾ അവരെയെല്ലാം വിവാഹം കഴിപ്പിച്ചയച്ചു. അയാൾ ദരിദ്രനായിരുന്നപ്പോൾ അയാളുടെ ആൺമക്കൾ അയാളോടൊപ്പം ജോലി ചെയ്തു. എന്നിട്ട് ആടുകളെയും പശുക്കളെയും അയാൾ സ്വയം പരിപാലിച്ചിരുന്നു. പക്ഷേ അയാൾ ധനികനായപ്പോൾ അവർ നശിച്ചു. അതിലൊരാൾ മദ്യപാനിയായി. മൂത്തവൻ ഒരു ലഹളയിൽ കൊല്ലപ്പെട്ടു. അവന്റെ ഇളയവൻ ഒരു തന്നിഷ്ടക്കാരിയായ സ്ത്രീയെ വിവാഹം ചെയ്ത് പിതാവിനെ അനുസരിക്കാതെയായി. അതുകൊണ്ട് അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ സാധ്യമല്ലാതായി. അക്കാരണം കൊണ്ടവർ പിരിഞ്ഞു. ഏലിയാസ് മകന് ഒരു വീടും കുറെ കന്നുകാലികളെയും കൊടുത്തു. അതുമൂലം അയാളുടെ സ്വത്ത് കുറഞ്ഞു. അതിനുശേഷം ഒരു വ്യാധി ഏലിയാസിന്റെ ആടുകളുടെ ഇടയിൽ പടർന്നു പിടിച്ചു. അക്കാരണം കൊണ്ട് വളരെയധികം ആടുകൾ ചത്തുപോയി. അതിനുശേഷം കൃഷി നശിച്ചു. ആ മഞ്ഞുകാലത്ത് വളരെയധികം കന്നുകാലികൾ ചത്തുപോയി. അതിനുശേഷം കീർഗിസ് അയാളുടെ ഏറ്റവും നല്ല കുതിരകളെ പിടിച്ചുകൊണ്ടുപോയി. അതെല്ലാം കാരണം ഏലിയാസിന്റെ സമ്പത്ത് കുറഞ്ഞു വന്നു. അത് വളരെ ചെറുതായി തീർന്നു. അയാളുടെ ശക്തിയും കുറഞ്ഞു വന്നു. അവസാനം അയാൾക്ക് 70 വയസ്സായതോടെ അയാൾ തന്റെ രോമക്കുപ്പായങ്ങൾ വിൽക്കുവാൻ തുടങ്ങി. കൂടാതെ അയാളുടെ പരവതാനികളും കുതിരയുടെ ഇരിപ്പിടങ്ങളും കൂടാരങ്ങളും വരെ വിൽക്കേണ്ടി വന്നു. അവശേഷിച്ചിരുന്ന കന്നുകാലികളെ വരെ അവസാനം അയാൾക്ക് വിൽക്കേണ്ടി വന്നു. അതോടെ അയാൾ മുഖത്തോട് മുഖം ഇല്ലായ്മയെ നേരിട്ടു. എങ്ങനെ സംഭവിച്ചു എന്ന് അറിയുന്നതിന് മുൻപ് അയാൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം അവരുടെ വാർദ്ധക്യത്തിൽ അവർക്ക് തൊഴിലെടുക്കേണ്ടി വന്നു. ഏലിയാസിന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. തന്റെ മുതുകിൽ കെട്ടിച്ചുമന്നിരുന്ന വസ്ത്രങ്ങളും രോമക്കുപ്പായവും 1 കപ്പും അയാളുടെ വീട്ടിനകത്ത് ഉപയോഗിക്കുന്ന ചെരുപ്പുകളും പുറത്തുപയോഗിക്കുന്ന ഷൂകളും പിന്നെ തന്റെ ഭാര്യ ശംശമാകിയും. അവർക്ക് ഈ സമയത്ത് വയസ്സായിരുന്നു. അവരുമായി പിണങ്ങിപ്പിരിഞ്ഞ മകൻ ദൂരെ ഏതോ സ്ഥലത്ത് പോയി. അയാളുടെ പെൺകുട്ടി മരിച്ചുപോയി. അതുകൊണ്ട് വൃദ്ധരായ ആ ദമ്പതികളെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അവരുടെ അയൽവാസിയായ മുഹമ്മദ് ഷായ്ക്ക് അവരോട് അലിവ് തോന്നി. മുഹമ്മദ് ഷാ അവരുടെ വേലക്കാരനായിരുന്നു. അദ്ദേഹം ദരിദ്രനോ ധനികനോ ആയിരുന്നില്ല. പക്ഷെ അയാൾ വളരെ സുഖമായി ജീവിച്ചു. അയാൾ ഒരു നല്ല മനുഷ്യനായിരുന്നു. അയാൾ ഏലിയാസിന്റെ ഉദാരമനസ്കതയെക്കുറിച്ച് ഓർമ്മിച്ചു. എന്നിട്ട് അയാളോട് സഹതാപം തോന്നി പറഞ്ഞു, വരൂ, എന്നോടൊപ്പം താമസിക്കൂ ഏലിയാസ്, നീയും നിന്റെ വൃദ്ധയായ ഭാര്യയും. വേനൽക്കാലത്ത് നിങ്ങൾക്കെന്റെ തണ്ണിമത്തൻ തോട്ടത്തിൽ ജോലി ചെയ്യാം, നിങ്ങളുടെ ആരോഗ്യം അനുവദിക്കുന്നത് വരെ. ഹേമന്തത്തിൽ എന്റെ കന്നുകാലികളെ തീറ്റുക. ശാംശമാകി കുതിരകളുടെ പാല് കറക്കും. കൂടാതെ കുമീസ് ഉണ്ടാക്കും. ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും ഭക്ഷണം തരും, വസ്ത്രം തരും. നിങ്ങൾക്ക് എന്താവശ്യം വന്നാലും എന്നോട് പറയുക, നിങ്ങൾക്കവ കിട്ടും. ഏലിയാസ് തന്റെ അയൽക്കാരന് നന്ദി പറഞ്ഞു. അയാളും ഭാര്യയും
മുഹമ്മദ് ഷായുടെ തൊഴിലാളികളായി ജോലി തുടങ്ങി. ആദ്യം ജോലി വളരെ ക്ലേശകരമായി തോന്നി. പക്ഷേ ക്രമേണ അവർ അത് പരിചയപ്പെട്ടു. അവരുടെ ജീവിതം മുന്നോട്ടു പോയി. അവർ അവരുടെ കഴിവുപോലെ അധ്വാനിച്ചുകൊണ്ടിരുന്നു. മുഹമ്മദ് ഷായ്ക്ക് മനസ്സിലായി, ഇത്തരം ആളുകളെ തൊഴിലാളികളായി കിട്ടിയത് തനിക്ക് വളരെ ഗുണകരമാണെന്ന്. എന്തെന്നാൽ അവർ പഴയ യജമാനന്മാരായിരുന്നതുകൊണ്ട് കാര്യങ്ങൾ വേണ്ട വിധം നോക്കി നടത്താൻ അറിയാമായിരുന്നു. കൂടാതെ അവർ മടി പിടിച്ചതുമില്ല. പക്ഷേ അവർ തങ്ങളുടെ കഴിവിന്റെ പരമാവധി ജോലി ചെയ്തു. എങ്കിലും മുഹമ്മദ് ഷായ്ക്ക് ദുഃഖം തോന്നി, വളരെ ഉന്നത നിലവാരത്തിലിരുന്നവർ ഇത്രത്തോളം അധഃപതനത്തിലെത്തിയതിന്. ഒരു ദിവസം മുഹമ്മദ് ഷായുടെ ബന്ധുക്കൾ വളരെ ദൂരെ നിന്ന് അവരെ സന്ദർശിക്കാൻ വന്നു. അവരുടെ കൂട്ടത്തിൽ ഒരു മുല്ലായും ഉണ്ടായിരുന്നു. മുഹമ്മദ് ഷാ ഏലിയാസിനോട് പറഞ്ഞു ഒരാടിനെ കൊല്ലാൻ. ഏലിയാസ് ആടിന്റെ തോലുരിഞ്ഞ് അതിനെ തിളച്ച വെള്ളത്തിൽ വേവിച്ച് കറിയുണ്ടാക്കി അവ അതിഥികൾക്ക് നൽകി. അതിഥികൾ ആട്ടിറച്ചി കഴിച്ചു, ചായയും കുടിച്ചു. അതിനുശേഷം അവർ കുമീസ് മദ്യം കഴിക്കാൻ ആരംഭിച്ചു. അവർ കാർപ്പറ്റിൽ കുഷ്യനിട്ട് അതിൽ ചാരിയിരുന്ന് സംസാരിക്കുകയായിരുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് കുമീസ് നുണഞ്ഞുകൊണ്ടിരുന്നു. ഏലിയാസ് തന്റെ ജോലി കഴിഞ്ഞ് അതുവഴി നടന്നു പോകുന്നത് അവർ വാതിലിലൂടെ കണ്ടു. മുഹമ്മദ് ഷാ അത് കണ്ട് അതിഥികളിൽ ഒരാളോട് പറഞ്ഞു, അവിടെ കൂടി കടന്നുപോയ ആ വൃദ്ധനെ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതെ, സന്ദർശകൻ പറഞ്ഞു. അതിൽ ശ്രദ്ധേയമായ എന്തുണ്ട്? ഒന്നു മാത്രം, ഒരിക്കലിവിടത്തെ ഏറ്റവും ധനികനായിരുന്നു അയാൾ. ആതിഥേയൻ പറഞ്ഞു. അയാളുടെ പേര് ഏലിയാസ് എന്നാണ്. നിങ്ങൾ അയാളെപ്പറ്റി കേട്ടിരിക്കും. തീർച്ചയായും ഞാൻ കേട്ടിട്ടുണ്ട്, അതിഥി പറഞ്ഞു. ഞാൻ അയാളെ മുൻപ് കണ്ടിട്ടില്ല. പക്ഷേ അയാളുടെ പ്രസിദ്ധി നാട്ടിലെമ്പാടും വ്യാപിച്ചിരുന്നു. അതെ, ഇപ്പോഴയാൾക്ക് ഒന്നുമില്ല, മുഹമ്മദ് ഷാ പറഞ്ഞു. അയാളിപ്പോൾ എൻ്റെ തൊഴിലാളിയായി എന്നോടൊപ്പം താമസിക്കുന്നു. അയാളുടെ ഭാര്യയും ഞങ്ങളോടൊപ്പമുണ്ട്. അവർ ഞങ്ങളുടെ കുതിരകളുടെ പാൽ കറക്കുന്നു. അതിഥി അതിശയിച്ചു പോയി. അയാൾ ചുണ്ടുകടിച്ച് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, ഭാഗ്യം ഒരു ചക്രം പോലെ കറങ്ങുന്നു. ഒരാളെ അത് ഉയർത്തുന്നു, മറ്റൊരാളെ അത് താഴ്ത്തിക്കെട്ടുന്നു. ആ വൃദ്ധൻ തന്റെ നഷ്ടങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നില്ലേ? ആർക്കറിയാം, അയാൾ നിശബ്ദനായി സമാധാനമായി ജീവിക്കുന്നു, നന്നായി പണിയെടുക്കുന്നു. ഞാൻ അയാളോട് സംസാരിച്ചോട്ടെ? അതിഥി പറഞ്ഞു. എനിക്ക് അയാളുടെ ജീവിതത്തെപ്പറ്റി അറിയണം. എന്തുകൊണ്ടായിക്കൂടാ? തങ്ങളിരുന്ന കിബിറ്റ്കായിൽ നിന്ന് അയാൾ അയാളെ വിളിച്ചു. ബാബേ, വരൂ, ഞങ്ങളോടൊപ്പം ഒരു കപ്പ് കുമീസ് കഴിക്കൂ. നിങ്ങളുടെ ഭാര്യയെ കൂടി വിളിക്കൂ. ഏലിയാസ് ഭാര്യയുമായി അകത്തേക്ക് വന്നു. അവർ യജമാനനും അതിഥികൾക്കുമായി അഭിവാദ്യങ്ങൾ നേർന്നു. ആദ്യം പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം വാതിലിനടുത്തിരുന്നു. ഏലിയാസിന് കുമീസിന്റെ ഒരു കപ്പ് കൊടുത്തു. അയാൾ യജമാനനും അതിഥികൾക്കും ആരോഗ്യം നേർന്ന ശേഷം നമിച്ചു. അതിനുശേഷം അല്പം കുടിച്ചു. എന്നിട്ട് കപ്പ് താഴെ വെച്ചു. അപ്പൂപ്പ, അയാളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച അതിഥി പറഞ്ഞു. ഞങ്ങളെ കണ്ടപ്പോൾ അങ്ങേക്ക് സങ്കടം തോന്നിയെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ പഴയ സമ്പന്നതയും ഇപ്പോഴത്തെ ദാരിദ്ര്യവും ഓർമ്മിച്ചാകും. ഏലിയാസ് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്താണ് സന്തോഷമെന്നും എന്താണ് സന്താപമെന്നും ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. നിങ്ങൾ എൻ്റെ ഭാര്യയോട് ചോദിച്ചു നോക്കൂ. അവരൊരു സ്ത്രീയാണ്. അവരുടെ ഹൃദയത്തിലുള്ളത് അവൾ പറയും. അവൾ സത്യം മുഴുവനായും പറയും. അമ്മൂമ്മേ, അയാൾ ഉറക്കെ ചോദിച്ചു. മുഖത്തെ സന്തോഷവും ഇപ്പോഴത്തെ പ്രയാസവും താരതമ്യപ്പെടുത്തി ഞങ്ങളോട് സംസാരിക്കാമോ? ഷാംഷമാഗി കർട്ടന് പിന്നിൽ നിന്ന് പറഞ്ഞു. അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. എൻ്റെ ഭർത്താവും ഞാനും 50 കൊല്ലം സന്തോഷം തേടി ജീവിച്ചു. പക്ഷേ കിട്ടിയില്ല. എന്നാൽ ഈ കഴിഞ്ഞ 2 വർഷം ഞങ്ങൾക്ക് ഒന്നുമില്ലായിരുന്നപ്പോൾ, ഞങ്ങൾ തൊഴിലാളികളായി ജീവിച്ചപ്പോൾ, ഇപ്പോഴാണ് ഞങ്ങൾ യഥാർത്ഥ സന്തോഷം കണ്ടെത്തിയത്. അതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷേ എന്തിലാണ് നിങ്ങളുടെ സന്തോഷം അടങ്ങിയിരിക്കുന്നത്? അതിഥി ചോദിച്ചു. അതെ, ഇതിൽ തന്നെ, അവൾ മറുപടി പറഞ്ഞു. ഞങ്ങൾ ധനികരായിരുന്നപ്പോൾ എൻ്റെ ഭർത്താവിനും എനിക്കും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാൻ പോലും സമയം കിട്ടിയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആത്മാവിനെ പറ്റി ചിന്തിക്കാനോ ദൈവത്തോട് പ്രാർത്ഥിക്കാനോ സമയം കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് സന്ദർശകരുണ്ട്. അവർക്ക് എന്ത് തരം ഭക്ഷണം നൽകണമെന്നും എന്ത് സമ്മാനങ്ങൾ നൽകണമെന്നും അല്ലെങ്കിൽ അവർ നമ്മളെപ്പറ്റി മോശമായി സംസാരിക്കുമെന്നും ഞങ്ങൾ കരുതിയിരുന്നു. അവർ പോയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് ജോലിക്കാരെ നോക്കണം. അവരാണെങ്കിൽ ജോലി വേണ്ട വിധത്തിൽ ചെയ്യാതെ ഏറ്റവും നല്ല ഭക്ഷണം ലഭിച്ചിരുന്നവരാണ്. അതേസമയം ഞങ്ങളാണെങ്കിൽ അവരിൽ നിന്ന് കിട്ടാവുന്ന എല്ലാം കിട്ടാൻ ആഗ്രഹിച്ചു. ഞങ്ങൾ പാപം ചെയ്തു. എന്നിട്ടും ഞങ്ങൾ ഭയന്നു. ഞങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെയും പശുക്കുട്ടികളെയും ചെന്നായ്ക്കൾ കൊല്ലുമെന്നും കള്ളന്മാർ ഞങ്ങളുടെ കുതിരകളെ മോഷ്ടിച്ചു കൊണ്ടുപോകുമെന്നും. രാത്രിയിൽ ഞങ്ങൾ വിഷമിച്ച് കിടക്കുമായിരുന്നു. തള്ളയാട് കുട്ടികളുടെ മുകളിൽ കിടക്കുമോയെന്ന് ചിന്തിച്ച്.
ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോക്കുമായിരുന്നു എല്ലാം ശരിയാണോ എന്ന്. ഒന്ന് ശരിയാകുമ്പോൾ മറ്റൊരു കാര്യം ശരിയാക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഹേമന്തകാലത്ത് വേണ്ടത്ര ഭക്ഷണം ശേഖരിച്ചു വെക്കണമെന്നത്. അതുകൂടാതെ എൻ്റെ കിഴവനും ഞാനും കൂടി ശണ്ട കൂടും. അയാൾ പറയും നമ്മളിതൊക്കെ ചെയ്യണം. ഞാനതിനെ ഖണ്ഡിക്കും. അപ്പോൾ ശണ്ടയാകും. വീണ്ടും പാപം ചെയ്യൽ. അങ്ങനെ ഞങ്ങൾ ഒരു പാപത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകും. അതുകൊണ്ട് ഞങ്ങൾ സന്തോഷമേ കണ്ടെത്തിയില്ല. എന്നാൽ ഇപ്പോഴോ? ഇപ്പോൾ എൻ്റെ ഭർത്താവും ഞാനും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിൻ്റെ വർത്തമാനം പറയും. ഞങ്ങൾ വളരെ സമാധാനത്തോടെ കഴിയുന്നു. ഞങ്ങൾക്ക് ശണ്ട കൂടാൻ ഒന്നും തന്നെ ഇല്ല. ഞങ്ങൾക്ക് ഒരേയൊരു ശ്രദ്ധയേ ഉള്ളൂ. ഞങ്ങളുടെ യജമാനനെ എത്ര നന്നായി സേവിക്കണമെന്ന് മാത്രം. അത് സ്വമേധയാ ചെയ്യുകയാണ്. ഞങ്ങളുടെ യജമാനന് നഷ്ടം വരാതെ, ഞങ്ങൾ മൂലം നല്ല ലാഭം കിട്ടുന്ന രീതിയിൽ ഞങ്ങൾ ജോലി ചെയ്യുന്നു. ഞങ്ങൾ അവസാനം വരുമ്പോൾ ഉച്ചഭക്ഷണമോ അത്താഴമോ തയ്യാറാണ്. കൂടാതെ കുടിക്കാൻ കുമീസുണ്ട്. തണുപ്പുള്ളപ്പോൾ തീ കായാൻ ഇന്ധനമുണ്ട്. കൂടാതെ ഞങ്ങൾക്ക് രോമകുപ്പായമുണ്ട്. ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാൻ സമയമുണ്ട്. ഞങ്ങളുടെ ആത്മാവിനെപ്പറ്റി ചിന്തിക്കാൻ സമയമുണ്ട്. കഴിഞ്ഞ 50 കൊല്ലം ഞങ്ങൾ സന്തോഷം തേടി. ഇപ്പോൾ അവസാനം ഞങ്ങളത് കണ്ടെത്തി. അതിഥികൾ ചിരിച്ചു. പക്ഷേ ഏലിയാസ് പറഞ്ഞു, ദയവായി ചിരിക്കരുതേ. അത് തമാശയുടെ കാര്യമല്ല. ഇതാണ് ജീവിതത്തിന്റെ സത്യം. ഞങ്ങളും ആദ്യം വിഡിതത്തോടെ ചിന്തിച്ചു. ഞങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോൾ കരഞ്ഞു. പക്ഷേ ഇപ്പോൾ ദൈവം സത്യം കാട്ടിത്തന്നു. ഞങ്ങൾ ആശ്വാസത്തിനായി പറയുന്നതല്ല, അത് നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാണ്. അപ്പോൾ മുല്ല പറഞ്ഞു, അത് ജ്ഞാനം നിറഞ്ഞ പ്രസംഗമായിരുന്നു. ഏലിയാസ് പറഞ്ഞതാണ് പരമാർത്ഥം. അത് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥങ്ങളും പറയുന്നത്. അപ്പോൾ അതിഥികൾ ചിരി നിർത്തി, ചിന്താധീനരായി.